Hi dears, welcome back to Edcom. This is the last video in this chapter and അതേപോലെ ലാസ്റ്റ് പാർട്ട് ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഫ്ലെക്സിബിൾ ബജറ്റുമായി ബന്ധപ്പെട്ട ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം കൂടെയാണ് പറയുന്നത്. ഒന്നും കൂടെ ഒന്ന് മനസ്സിലാവുന്ന ഒരു വ്യത്യസ്ത പ്രോബ്ലം ഒന്നുകൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു രീതിയിൽ മെത്തേഡുള്ള പ്രോബ്ലം നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ നോക്കാം. ഡ്രോ അപ്പ് എ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഫോർ ഓവർഹെഡ് എക്സ്പെൻസ് ഓൺ ദി ബേസ് ഓഫ് ഫോളോയിങ് ഡാറ്റ ആൻഡ് ഡിറ്റർമൈൻ ഓവർഹെഡ് റേറ്റ്. ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു വെറൈറ്റി ആയിട്ട് ഒരു അഡ്വാൻസ് ആയിട്ട് വന്നത് ഇവിടെ ഓവർഹെഡ് റേറ്റ് കാണാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. 70%, 80%, 90% പ്ലാന്റ് കപ്പാസിറ്റിയിൽ ഒരു ബജറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഓവർഹെഡ് റേറ്റും കൂടെ കാണാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു അഡ്വാൻസ് ആയിട്ടുള്ളത്. സോ 70%-ലെ 90%-ലെ ഇൻഫർമേഷൻ തന്നിട്ടില്ല. 80%-ലെ ഡാറ്റ വെച്ചിട്ട് 70%-ലെയും 90%-ലെയും എന്ത് കാണണം? ബജറ്റ് കാണണം. അതായത് 80% കപ്പാസിറ്റി ഉപയോഗിച്ച് ആ ഒരു ഫേം പ്രവർത്തിക്കുകയാണെങ്കിൽ അതിന് വരുന്ന എക്സ്പെൻസുകളൊക്കെ എന്തായി തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ 70% കപ്പാസിറ്റിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ 90% കപ്പാസിറ്റിയിൽ ഫേം പ്രവർത്തിക്കുകയാണെങ്കിൽ എത്രയായിരിക്കും അതിൻ്റെ കോസ്റ്റുകൾ അല്ലെങ്കിൽ ഓവർഹെഡുകൾ? ഓവർഹെഡ് മീൻസ് കോസ്റ്റുകൾ, എക്സ്പെൻസുകൾ, ഇൻഡയറക്റ്റ് എക്സ്പെൻസുകൾ എത്രയായിരിക്കും? അതാണ് ക്വസ്റ്റ്യൻ. സോ ക്വസ്റ്റ്യനിൽ കാണാൻ പറ്റും ഓരോ ഐറ്റവും ഉണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, നേരെ സൊല്യൂഷനിലേക്ക് കിടക്കാം. ഇവിടെ ടോട്ടൽ ഓവർഹെഡ് അതേപോലെ എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ ഹവർ ഇങ്ങനെ ഒരു എക്സ്ട്രാ രണ്ടായിട്ട് തന്നിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ലേബർ ഹവർ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, ഓവർഹെഡ് റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. സോ ആദ്യം ഫ്ലെക്സിബിൾ ബജറ്റിനെ നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ 4 കോളം വരച്ചില്ല. 70% കപ്പാസിറ്റി, 80% കപ്പാസിറ്റി, 90% കപ്പാസിറ്റി. ഈ 80% ഫുള്ളും ക്വസ്റ്റ്യനിൽ ഉള്ള ഐറ്റം തന്നെയാണ് കാണിക്കുന്നത്. വേരിയബിൾ ഓവർഹെഡ് ഇവിടെ ഉള്ള എക്സ്പെൻസുകൾ അതേപടി കൊടുത്താൽ മതി. വേരിയബിൾ ഓവർഹെഡ്, ഇൻഡയറക്റ്റ് ലേബർ, സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പേസ് എല്ലാം വേരിയബിൾ ഓവർഹെഡ്സുകളാണ് മാത്രം തന്നിട്ടുള്ളത് ഇവിടെ ഫുള്ള് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നോക്കാം. ഇൻഡയറക്റ്റ് ലേബർ 12,000 ആണ്. 80% കപ്പാസിറ്റിയിൽ ലേബർ 12,000. അങ്ങനെയാണെങ്കിൽ 70% കപ്പാസിറ്റിയിൽ എത്ര, 90% കപ്പാസിറ്റിയിൽ എത്ര? എങ്ങനെ? സിമ്പിളാണ്. ഇൻഡയറക്റ്റ് ലേബറിന്റെ കേസിൽ മനസ്സിലാക്കാനുള്ളത് 12,000 ആണ് 80% കപ്പാസിറ്റിയിൽ. അപ്പോൾ 70% കപ്പാസിറ്റിയിൽ കാണണമെങ്കിൽ 12,000 ഇൻറ്റു എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റി കാണേണ്ടത്? 70% കപ്പാസിറ്റിയിൽ കാണണം. അപ്പോൾ ഈ 12,000 എന്നുള്ളത് എത്ര കപ്പാസിറ്റി? 80% കപ്പാസിറ്റി. അപ്പോൾ 70/80 ഈക്വൽ ടു, അങ്ങനെ ആണ് ഇതിന്റെ ആൻസർ കിട്ടുക. അപ്പോൾ 70/80 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? ആൻസർ 10,500 കിട്ടും. 10,500. സോ അപ്പോൾ 70% കപ്പാസിറ്റിയിലെ ആൻസർ കിട്ടി. ഇനി 90% കപ്പാസിറ്റിയിൽ ഇത് എങ്ങനെയാണ് കാണുക? അത് ഇതേപോലെ തന്നെയാണ് കാണുക. 90% കപ്പാസിറ്റിയിൽ 12,000 ആണ് 80% കപ്പാസിറ്റി ഇൻറ്റു 12,000 ഇൻറ്റു എത്ര? 90% കപ്പാസിറ്റി. 90 ഡിവൈഡഡ് ബൈ ഈ 12,000 എന്നുള്ളത് എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റിയാണ്? 80% കപ്പാസിറ്റിയാണ്. സോ എങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാം? 12,000 ഇൻറ്റു 90 ഡിവൈഡ് ബൈ 80. അപ്പോൾ നമുക്ക് 13,500 ആൻസർ വരും. 13,500. അപ്പോൾ 90% കപ്പാസിറ്റിയിലെയും ആൻസർ കിട്ടി 13,500. അങ്ങനെ ഓരോ ഐറ്റം അങ്ങനെ തന്നെ ചെയ്യാം. ഒരു എക്സാമ്പിൾ ഇവിടെ നോക്കാം. ഇവിടെ സ്റ്റോഴ്സ് ഇൻക്ലൂഡിങ് സ്പെയർ 4,000 ആണ് 80% കപ്പാസിറ്റി. ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് 4,000 ആണ്. സോ അത് 70% കപ്പാസിറ്റിയിലേക്ക് മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഇവിടെ സ്റ്റോഴ്സിന്റെ കേസിലേക്ക് വരാം. സ്റ്റോഴ്സ് എങ്ങനെ വരാം? ഇവിടെ 4,000 ആണ്. 4,000 ഇൻറ്റു 70% കപ്പാസിറ്റി ആണ് കാണണമെങ്കിൽ 70% ഡിവൈഡഡ് ബൈ 4,000 എന്നുള്ള എത്ര പെർസെൻറ്റേജ് കപ്പാസിറ്റിയാണ്? 80 ഈക്വൽ ടു, അങ്ങനെയാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,500 കിട്ടും. 75% കപ്പാസിറ്റിയിൽ. ഇനി ഈ 4,000 ഇതേപോലെ തന്നെ നമ്മൾ 90% കപ്പാസിറ്റിയിലാകുമ്പോൾ 90 ഡിവൈഡ് ബൈ 80 ഈക്വൽ ടു 4,500. ആ രീതിയിലാണ് അത് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു മെത്തേഡ്, ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലായിട്ടും അഡോപ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക. കണ്ടില്ലേ? 3,500 ഇത് 4,500 90% കപ്പാസിറ്റി.
അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ സെമി വേരിയബിൾ ഓവർ ഹെഡിന് അത് നോക്കാം. പവറിൽ 30% ഫിക്സഡ് ആണ്, 70% വേരിയബിൾ ആണ്. അതായത് 20,000ന്റെ 30% ഫിക്സഡ് ആണ്, 20,000ന്റെ 70% വേരിയബിൾ ആണ്. അവിടെയാണ് ഇനി ശ്രദ്ധിക്കാനുള്ളത്. പവർ എന്ന് പറഞ്ഞിട്ട് ഫിക്സ്ഡ് വേരിയബിൾ 20,000ന്റെ 30% എത്ര? 6,000. 20,000ന്റെ 30% 6,000. അതായത് അത് പെർസെൻറ്റേജ് കാണാന്നുള്ളത് 20,000 ഇൻറ്റു 30/100. അപ്പൊ 6,000. 20,000 ഡിവൈഡ് ബൈ 20,000 ഇൻറ്റു 70/100. അപ്പൊ 14,000. അപ്പൊ 70% 14,000. ഇത് വേരിയബിളാണ്. 80% കപ്പാസിറ്റി ആണ്, അത് മനസ്സിലാക്കുക. അതാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. സോ ഇനി 6,000 ഫിക്സഡ് ആയതുകൊണ്ട് എല്ലാ കപ്പാസിറ്റിയിലും സെയിം ആയിരിക്കും. 70% കപ്പാസിറ്റി ആണെങ്കിലും 90% കപ്പാസിറ്റിയാണ് സെയിം ആണ്. അതുകൊണ്ടാണ് 6,000 6,000 6,000 മൂന്നും 6,000 കൊടുത്തിട്ടുള്ളത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 80% കപ്പാസിറ്റി വേരിയബിൾ വരുമ്പോൾ ഇവിടെ 14,000 വെച്ചിട്ട് നമ്മൾ ചെയ്യാം. നേരത്തെ സെയിം മെത്തേഡ്. എങ്ങനെ? 14,000 ഇൻറ്റു 70% കപ്പാസിറ്റി ആണ് കാണണമെങ്കിൽ ഇൻറ്റു 70 ഡിവൈഡഡ് ബൈ 80. അങ്ങനെ ചെയ്യാം. 70% കപ്പാസിറ്റി ആണ് കാണണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ 12,250 കിട്ടും 70% കപ്പാസിറ്റി. ഇനി നമുക്ക് ഈ 14,000 എന്നുള്ളത് 90% കപ്പാസിറ്റി വരുമ്പോൾ 90 ഡിവൈഡ് ബൈ 80 ഈക്വൽ ടു 15,750 കിട്ടും. നമുക്ക് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കട്ടോ. അങ്ങനെ നേരത്തെ പറഞ്ഞ സെയിം മെത്തേഡ് തന്നെയാണ്. ഞാൻ വീണ്ടും മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് വീണ്ടും അത് പറഞ്ഞത് മാത്രം. അവിടെ ഡൗട്ടില്ല. അതാ ഇതേപോലെ ചെയ്യാം. ഇനി റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് അതോ ഇതേപോലെ തന്നെയാണ്. റിപ്പയർ ആൻഡ് മെയിൻ്റനൻസ് ഇവിടെ 2,000ൽ 60% ഫിക്സഡും 40% വേരിയബിൾ ആണ്. അപ്പൊ 2,000ന്റെ 60% എടുക്കുക. 2,000ന്റെ 60% 1,200. 2,040% 800 കിട്ടിയല്ലോ. അപ്പൊ 1,200 800 2,000 ടോട്ടൽ കിട്ടി. അത് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ ചെയ്യാം. ഫിക്സഡ് ആകുമ്പോൾ 1,200 പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാം. ഇനി ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട് ഫിക്സഡ് ഓവർഹെഡ്സ് എന്ന് പറഞ്ഞിട്ട് ഡെപ്രിസിയേഷൻ, ഇൻഷുറൻസ്, സാലറി ഒക്കെ ഫിക്സ്ഡ് ആ എന്ന് പ്രത്യേകം പറയുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിക്കുക. അവിടെ നമ്മൾ പ്രത്യേകം കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. 11,000 കൊടുത്തു, ഇവിടെയും 11,000 ഇവിടെയും 11,000. 3,000 3,000 3,000 ഫിക്സ്ഡ് ആയതുകൊണ്ട് 10,000 10,000 10,000 ഫിക്സ്ഡ് ആണ്. കിട്ടില്ലേ? ഇനി ദെൻ നെക്സ്റ്റ് ടോട്ടൽ ഓവർഹെഡ്. ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ടോട്ടൽ ഓവർഹെഡ് 62,000. അത് നമ്മളിവിടെ 62,000. എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവർ തന്നിട്ടുണ്ട്. ഇതിപ്പോ പറഞ്ഞാൽ ടോട്ടൽ ഓവർഹെഡ്, അതായത് ടോട്ടൽ വന്ന എക്സ്പെൻസുകളാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് വന്നിട്ടുള്ളത്. അപ്പൊ 62,000 80% കപ്പാസിറ്റിയിൽ ടോട്ടൽ 62,000 എക്സ്പെൻസ് വന്നിട്ടുണ്ട്. എസ്റ്റിമേറ്റഡ് ഡയറക്റ്റ് ലേബർ അവർ എത്ര മണിക്കൂറാണ് അത് വർക്ക് ലേബർ അവർ എത്ര മണിക്കൂറാണ് ലേബേഴ്സ് വർക്ക് ചെയ്തിട്ടുള്ളത്? 1,24,000 മണിക്കൂർ പണിയെടുത്തിട്ടുണ്ട്, വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മണിക്കൂറിന് എത്ര ചെലവായി? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ടോട്ടൽ നമുക്ക് ഇത്ര ചിലവായി. അതിൽ 1,24,000 മണിക്കൂർ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. 1,24,000 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എത്ര ചിലവായി? ഒരു മണിക്കൂറിന് എത്ര ചിലവായി? അതാണ് ഇവിടെ ഓവർ ഹെഡ് റേറ്റ് പെർ ലേബർ അവർ. ഒരു മണിക്കൂറിന് ചിലവായി ഓവർ ഹെഡ്. അതെങ്ങനെ കാണാം? ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ലേബർ അവർ. ഇവിടെ ഓവർ ഹെഡ് എത്രയാണ്? ടോട്ടൽ ഓവർ ഹെഡ് 62,000 ഡിവൈഡ് ബൈ 1,24,000. ഇപ്പൊ 0.50 ആണ് ഒരു മണിക്കൂറിന് വന്ന ചെലവ്. മനസ്സിലായില്ല? അപ്പൊ ടോട്ടൽ 1,24,000 വർക്ക് ചെയ്തിട്ടുണ്ട്, അതിന് 62,000 ചെലവ് വന്നിട്ടുണ്ട്. ടോട്ടൽ ചെലവ് ഒരു മണിക്കൂറിന് എത്ര വന്നു? 0.50. അങ്ങനെ ആ കാര്യം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ അല്ല. ശ്രദ്ധിക്കുക, ഇവിടെ ടോട്ടൽ ഇവിടെ 62,000 ടോട്ടൽ കോസ്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ടോട്ടൽ ഇങ്ങനെ ആഡ് ചെയ്യാം. 58 150. ഇത് ടോട്ടൽ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് 65 850 കിട്ടും. അല്ലാതെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ഇക്വേഷൻ വെച്ച് ചെയ്യരുത്. അവിടെ അങ്ങനെ കിട്ടൂല. അവിടെ നമുക്ക് ടോട്ടൽ ചെയ്യണം. ഓക്കെ, അവിടെ ഇക്വേഷൻ അവിടെ ചെയ്യരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. സോ അങ്ങനെ കിട്ടുമ്പോൾ 62,000 58 150 ഡിവൈഡ് ബൈ 1,08,500. അതായത് ഓവർ ഹെഡ് ഡിവൈഡ് ബൈ ലേബർ ഹവർ. ലേബർ ഹവർ എങ്ങനെ കിട്ടിയത്? അത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലേബർ ഹവർ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതുപോലെ ഫൈൻഡ് ഔട്ട് ചെയ്യാം. 1,24,000 ഇൻറ്റു 70 ഡിവൈഡ് ബൈ 80. 1,24,000 ഇൻറ്റു 90 ഡിവൈഡ് ബൈ 80. അങ്ങനെ ലേബർ ഹവർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇത് മാത്രം നമ്മൾ ടോട്ടൽ ചെയ്താൽ മതി. ബാക്കിയുള്ളതൊക്കെ ഈ മെത്തേഡ് ഉപയോഗിച്ച് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദെൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. 0.53 കിട്ടി. ഈ ഒരു 90% കപ്പാസിറ്റിയിലും സെയിം അത് തന്നെ ഡിവൈഡ് ചെയ്യുന്നു. 0.472. ഓക്കെ അല്ലേ? ദെൻ ഇതാണ്. ഇനി ഫ്ലെക്സിബിൾ ബഡ്ജറ്റിന്റെ കുറച്ച് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജ് ജസ്റ്റ് ഒന്ന് നോക്കാം.
അഡ്വാൻറ്റേജസ് റിയലിസ്റ്റിക് ആൻഡ് ആക്യുറേറ്റ്. ചിലപ്പോൾ എക്സാമിന് ഒരു തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് വരാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ജസ്റ്റ് നോട്ട് ചെയ്യേണ്ടത്. ഫ്ലെക്സിബിൾ ബജറ്റ് ആകുമ്പോൾ അത് റിയലിസ്റ്റിക് ആണ്, ആക്യുറേറ്റ് ആണ്. കാരണം അഡ്ജസ്റ്റ് അക്കോർഡിംഗ് ടു ലെവൽ ഓഫ് ആക്ടിവിറ്റി, ആ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതെന്താണ്, ആക്യുറേറ്റ് ആണ്. ബെറ്റർ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. യൂസ്ഫുൾ ഫോർ വേരിയൻസ് അനാലിസിസ്. ഇറ്റ് മേക്ക് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് റീസൺ ഫോർ ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബജറ്റഡ് ഫിഗേഴ്സ്. ആക്ച്വൽ ഫിഗറും ബജറ്റഡ് ഫിഗറും തമ്മിലുള്ള ഒരു വ്യത്യാസം അവർ കണ്ടെത്തും, അതിനെന്താ റീസണും കണ്ടെത്താൻ കഴിയും. സോ അതിനോട് വേരിയസ് അനാലിസിന് അതിൽ യൂസ്ഫുൾ ആണ്. അതാണ് റീസൺ കണ്ടെത്തുക എന്നതാണ് വേരിയൻസ് അനാലിസിസ്. ദെൻ അഡാപ്റ്റ് ടു ചേഞ്ചിങ് കണ്ടീഷൻ മാറുന്നതിനനുസരിച്ച് നമുക്ക് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും. കാരണം ബിസിനസ്സിൽ ഇങ്ങനെ സിറ്റുവേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനനുസരിച്ച് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫ്ലക്ച്വേഷൻസ് അവിടെ വരുത്താൻ പറ്റും, കാരണം ഫ്ലെക്സിബിൾ ആണല്ലോ. ദെൻ ഡിസിഷൻ മേക്കിംഗ്, ഇംപ്രൂവ് ഡിസിഷൻ മേക്കിംഗ്. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ജസ്റ്റ് പറയുന്നു. കോംപ്ലക്സ് ടു പ്രിപ്പയർ, തയ്യാറാക്കാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം ഇതിൽ ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫിക്കേഷൻ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര പ്രിപ്പയർ ചെയ്യാൻ കോംപ്ലക്സ് ആണ്, ടൈം കൺസ്യൂമിങ് ആണ്, ഒരുപാട് ടൈം എടുക്കും എന്നുള്ളത് തന്നെയാണ്. മോർ കമ്പയർ ടു ഫിക്സഡ് ബജറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുക്കും. കാരണം ഫ്ലെക്സിബിൾ ബജറ്റ് അല്ലേ, മാറ്റിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും. റിക്വയർഡ് സ്കിൽഡ് പേഴ്സൺ, നീഡ് എക്സ്പേർട്ട് നോളജ് ഫോർ ആക്യുറേറ്റ് പ്രിപ്പറേഷൻ. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണമെങ്കിൽ നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾ വേണ്ടി വരും. ദെൻ ഡിഫിക്കൽട്ട് ടു കോസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കോസ്റ്റ് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളത് ഡിഫിക്കൽട്ടാണ്. ഇതിനെ ഫിക്സഡ് വേരിയബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത് ഡിഫിക്കൽട്ടാണ്. നമ്മളൊരു ഡിസഡ്വാൻറ്റേജ് ആക്കിയിട്ട് പറയാമെന്ന് മാത്രം. ദെൻ നോട്ട് സ്യൂട്ടബിൾ ഫോർ ഓൾ ഓർഗനൈസേഷൻ, എല്ലാ ഓർഗനൈസേഷനും ഇത് എന്തല്ല, സ്യൂട്ടബിൾ അല്ല. ഓക്കെ, ഇതാണ് ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ വൈൻഡപ്പ് ആയിട്ടുണ്ട്. സോ ഈ സബ്ജക്റ്റും വൈൻഡപ്പ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു. കീപ് വാച്ചിങ്.